ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഗ്ലാസ് സ്കിൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ? ഗ്ലാസ് സ്കിൻ എന്ന് കേൾക്കുമ്പോൾ അധിക പേർക്കും മനസ്സിലേക്ക് വരുന്നത് കൊറിയക്കാരുടെ മുഖമായിരിക്കും. എപ്പോഴും നമ്മൾ ഗ്ലാസ് സ്കിന്നായിട്ട് എടുത്തു പറയാറുള്ളത് കൊറിയക്കാരെയാണ്. അവർ അത്രയധികം സ്കിൻ കെയറിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നവരാണ്, സ്കിൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരുമാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഗ്ലാസ് സ്കിൻ കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്ലാസ് സ്കിൻ എന്താണെന്ന് നോക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഐറ്റത്തിലേക്ക് നല്ല വെളിച്ചമൊക്കെ അടിക്കുമ്പോൾ അത് നന്നായിട്ട് തിളങ്ങും. ചിലപ്പോൾ നല്ലൊരു ഡയമണ്ട് പോലെയൊക്കെ അത്രയൊക്കെ തിളക്കം അതിനുണ്ടാവും. അതുപോലെ ഒരു തിളക്കം നമ്മുടെ സ്കിന്നിനും ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മാജിക്കൽ ഫേസ് പാക്കാണ്. ഇത് 7 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്കും നല്ലൊരു ഗ്ലാസ് സ്കിൻ തന്നെ കിട്ടും. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ തരം പ്രശ്നങ്ങളും മാറ്റിയിട്ട് ഇത് നമ്മുടെ സ്കിന്ന് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വയ്ക്കും. പിന്നെ കല്യാണത്തിനൊക്കെ വേണ്ടി ഒരുങ്ങുന്നവർക്കും നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്ന ഒരു ഫേസ് പാക്കും കൂടെയാണിത്. ഒരൊറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരുന്ന ഫേസ് പാക്കാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പിന്നെ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ചെമ്പരത്തിപ്പൂവാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ തരം പാടുകളും മാറ്റിയിട്ട് സ്കിന്ന് നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തി. ചിക്കൻ പോക്സ് വന്നിട്ടുള്ളവർക്ക് വരെ അതിൻ്റെ ആ ഒരു പാടുകൾ മാറിക്കിട്ടാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ചെമ്പരത്തി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ ഒക്കെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. നിറം വയ്ക്കാൻ, പാടുകൾ മാറാൻ, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ, സ്കിൻ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കും. പിന്നെ കൊറിയക്കാരൊക്കെ എപ്പോഴും അവരുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന ഒന്നും കൂടെയാണ് ഗ്രീൻ ടീ. 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്പരത്തിയുടെയും ഗ്രീൻ ടീയുടെയും വെള്ളമാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചെമ്പരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ടീയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ആ ഒരു വെള്ളം നമുക്ക് കിട്ടും. ഒരു പൗഡർ ഫോമിലാവുമ്പോൾ നമുക്ക് അത്ര തന്നെ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് പിടിക്കില്ല. ഇനി ഈ ഒരു വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി നമ്മുടെ സ്കിന്നിലുള്ള കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാൻ സഹായിക്കും. അതുകൂടാതെ നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ റിമൂവ് ആക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. അതുകൂടാതെ സ്കിന്ന് നിറം വയ്ക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരം നമുക്ക് ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു മരക്കഷ്ണം പോലെ ആയിട്ടും വാങ്ങിക്കാൻ കിട്ടും, പൊടിയായിട്ടും വാങ്ങിക്കാൻ കിട്ടും. ഇത് രണ്ടാണെങ്കിലും നമ്മൾ കുറച്ച് കാലത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഇത് കേടുവന്ന് പോകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് വാങ്ങിച്ചാൽ മതി. നമ്മൾ കുറച്ചെടുത്ത് യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇരട്ടി മധുരം. കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഇരട്ടി മധുരം. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഫേസ് പാക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടിയും ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇരട്ടി മധുരം 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
കരിമങ്ങല് മാറി കിട്ടാൻ വരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതിൽ ഏറ്റവും നല്ലതാണ് ഇരട്ടി മധുരം. പിന്നെ ഇത് നിറം വയ്ക്കാൻ, പാടുകൾ മാറാൻ, സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇനി നമുക്ക് ഫേസ് പാക്ക് മിക്സ് ചെയ്തെടുക്കാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ചെമ്പരത്തിയുടെ ആ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ചെമ്പരത്തിയുടെ വെള്ളം അല്ലാതെ വേറെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സ്കിന്നിൽ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെള്ളം കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് അത് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കുറവായതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ പാല് നിങ്ങളുടെ സ്കിന്നിന് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ തൈരായാലും കുഴപ്പമില്ല. കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത് തൈരാണ്. പാലിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് തൈരാണ്. അല്ലെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഇതൊന്നും നിങ്ങൾക്ക് പിടിക്കുന്നില്ലെങ്കിൽ ഇത് മിക്സ് ചെയ്യാൻ റോസ് വാട്ടറോ അല്ലെങ്കിൽ ഈ ഒരു ചെമ്പരത്തി ഇട്ട് വെച്ച വെള്ളമോ മാത്രം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഫേസ് പാക്കൊക്കെ പാലൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി വെച്ച് ഒരു 20 മിനിറ്റിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യം മുഖം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ കുറേശ്ശെയായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു ലെയർ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല മസാജ് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിലേക്ക് അത് നന്നായിട്ട് പെനട്രേറ്റ് ആയിട്ട് നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റോളം നിങ്ങളിത് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ള ഭാഗത്ത് കുറച്ചുകൂടെ ടൈം എടുത്തിട്ട് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ ലെയർ ഇട്ട് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഞാനിത് മസാജ് ചെയ്ത് കൊടുത്തിട്ട് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അതിനുശേഷം വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് നോക്കാം. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ട് കൈ കഴുകി എടുത്തു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. എനിക്ക് ഒരൊറ്റ യൂസ് തന്നെ നല്ല ബ്രൈറ്റ്നസ്സും നല്ലൊരു ഫ്രഷ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത ശേഷവും ഒരു മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്, നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ. അപ്പോൾ ഞാനിവിടെ എൻ്റെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ ഒലീവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ഒക്കെ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 4-5 ഡ്രോപ്സ് സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് എടുക്കുന്നത്. ആ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ വരുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ സ്കിന്നിൽ പ്രായമാകുന്നതൊക്കെ നമുക്കൊന്ന് തടയാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു ഓയിൽ മസാജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്